പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കുന്ന സ്തുതി ആദ്യം മുതൽ എന്നേക്കുവാമേ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു തളർവാദ രോഗിയുടെ ആളുകൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കാം. അവിടെ കിടക്കയോടെ കൊണ്ടുവന്ന് കർത്താവ് യേശു വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ വീടിൻ്റെ മേൽക്കൂരയിൽ എടുക്കാവുന്ന ഓടുകൾ ഇളക്കി അവിടുന്ന് അവരെ ആ രോഗിയെ അവൻ കിടന്നിരുന്ന മാറ്റിൽ അല്ലെങ്കിൽ പായ അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു സ്ട്രെച്ചർ പോലെ ആക്കിയാണ് അയാളെ അവിടെ ഇറക്കിയത് എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അല്ല, കിടക്കെന്ന് പറയുമ്പോൾ കട്ടിലോടുകൂടിയല്ല, കട്ടിലുള്ള ഒരു പക്ഷേ കൊണ്ടുവന്നിരിക്കാം. പക്ഷേ അവിടെ ഇറക്കിയത് അതാണെന്നാണ് ബൈബിളിൽ കാണുന്നത്. അല്ല, നമ്മളെ മലയാളം ബൈബിളിൽ അതങ്ങനെ വ്യക്തമായിട്ട് പറയുന്നില്ല. മറ്റേ ഇംഗ്ലീഷ് ബൈബിളുകളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ മുൻപിൽ തന്നെ കൃത്യമായിട്ട് ആ സ്ഥലത്താണ് അവർ ഇറക്കിയത്. അപ്പോൾ അത് കണ്ടിട്ട് അവരുടെ വിശ്വാസം കണ്ട് യേശു പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന ചാനൽ സെർച്ച് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണണം. ഏതാണ്ട് 160 കൂടുതൽ വീഡിയോകളുണ്ട്. അതുകൊണ്ട് അതിൽ പല വീഡിയോകളും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ബൈബിൾ സംബന്ധമായിട്ടുള്ള അറിവ് ലഭിക്കുന്നതിന് വേണ്ടി അതൊക്കെ നോക്കിയെടുത്ത് കാണാം. ടി വിയിലായാലും യൂട്യൂബ് അടിച്ച് നോക്കിയാൽ അത് കിട്ടും. അപ്പോൾ അതിലും ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിലും ടി വിയിലും കിട്ടും. അപ്പോൾ ഇത് കഴിയുന്നതും എല്ലാവർക്കും ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ ഫോണിലാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ലൈക്ക് ചെയ്യും, അവരെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങൾ. കാരണം ഇത് ലൈക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് പിന്നീടാണ് അതിൻ്റെ വില മനസ്സിലായത്. കാരണം ആളുകൾക്ക് അപ്പോഴേ ഇത് കൂടുതലായിട്ട് ആളുകളിൽ എത്താൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പല വീഡിയോകൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ വരുന്നത് പോലെ ഇതും വന്നുകൊണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നിങ്ങളെ. കാരണം നമ്മൾ സുവിശേഷം എല്ലായിടത്തും എത്തട്ടെ. ഇനിയിപ്പം ഒരുപാട് നൂറ്റാണ്ടുകളൊന്നും ഇവിടെ ഇനി നമുക്ക് കാണത്തില്ല. കുറച്ച് കാലങ്ങളൊക്കെ കാണും. അപ്പോൾ അതിനകത്ത് വെച്ച് എല്ലാവരെയും പരമാവധി എല്ലാവരിലും നമ്മൾ വചനം എത്തിക്കുക, യേശുവിനെ എത്തിക്കുക, സത്യദൈവത്തെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അതിൽ ചെയ്യുന്ന ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. വലിയൊരു നന്മ പ്രവൃത്തിയാണ് ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലം വളരെയധികം നിങ്ങൾക്ക് പരലോകത്തിൽ കർത്താവ് കരുതി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ ശ്രദ്ധ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശുവിൻ്റെ മുൻപിൽ അവർ കൊണ്ടുവന്നിറക്കി. യേശു പറഞ്ഞു, മനുഷ്യ, നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമജ്ഞരും ഫരിസേയരും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ പറ്റി വ്യക്തമായ അവർക്കൊരു ധാരണ കിട്ടാൻ ചില സംശയങ്ങളുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒക്കെ അവിടെ വന്നിങ്ങനെ പുറകെ നടക്കുകയാണ്. യേശു ചെല്ലുന്നിടത്തെല്ലാം ഉണ്ട്. അവർ ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ അധികാരം കേവലം അവരുടെ മുൻപിൽ ഒരു മനുഷ്യനായ യേശു എടുത്ത് പ്രയോഗിക്കുകയാണ്. അപ്പോൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ അത് ദൈവദൂഷണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അധികാരം, ദൈവത്തിൻ്റെ അവകാശം
അത് മറ്റൊരു മനുഷ്യൻ എടുക്കുന്നു. അവർക്ക് യേശു മനുഷ്യനാണ്, ഒരു മനുഷ്യൻ മാത്രം. അവിടെ ദൈവികത്വമോ ഒന്നും അവർ നോക്കുന്നില്ല. ഒന്നുകിലൊരു പ്രവാചകനായിരുന്നിരിക്കാൻ ജനങ്ങൾ പറയുന്ന പോലെ, അല്ലെ അതുകൊണ്ട് റബി എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിനപ്പുറം അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനാണ് യേശു എന്നാണ് അവർക്ക് ജനങ്ങൾക്കും എല്ലാം അറിയാവുന്നത്. അങ്ങനെയാണ്. പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് യേശു ദാവീദിൻ്റെ പുത്രനായ വംശത്തിൽ പിറന്ന മെസ്സിഹ തന്നെയാണ് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് പക്ഷേ ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെയുള്ള മുൻ വീഡിയോയിൽ 2 വീഡിയോയ്ക്ക് മുൻപുള്ള വീഡിയോയിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴും ആവർത്തിക്കണ്ടല്ലോ. തളർവാദ രോഗിയെ കിടക്കയിൽ അങ്ങനെ ഇറക്കിയപ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പാപങ്ങൾ മോചിക്കാൻ 22-ാം വാക്യത്തിൽ പറയുന്ന പോലെ പാപങ്ങൾ മോചിക്കാൻ ദൈവത്തിനല്ലാതെ യേശുവിന് എങ്ങനെ സാധിക്കും, ഒരു മനുഷ്യന് എങ്ങനെ സാധിക്കും എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരുന്നേ. ആ ചിന്ത യേശു മനസ്സിലാക്കി അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? അപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ പുറപ്പാട് 20-ാം അധ്യായം 5-ാം വാക്യം, നിയമാവർത്തനം പുസ്തകത്തിൽ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈ വാക്യങ്ങളൊക്കെ പ്രകാരം അവിടങ്ങളിലൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്ഥായിയായ വയ്യാഴിക, വിട്ടുമാറാത്ത രോഗം, അവൻ്റെ വിട്ടുമാറാത്ത അവൻ്റെ അല്ലലുകളും അവൻ്റെ തകർച്ചകളും തളർച്ചകളും എല്ലാം തന്നെ അവൻ്റെ പൂർവികർ ചെയ്ത പാപമായിരിക്കും. ഇവർ പാപം ചെയ്യാറായിട്ടില്ലെങ്കിൽ അതിനു മുൻപേ വന്നുപോയി ഇങ്ങനെയുള്ള രോഗങ്ങളോ കാര്യങ്ങളോ കഷ്ടതകളോ വന്നുപോയി. അപ്പോൾ ഇവൻ്റെ പൂർവികർ ചെയ്ത പാപങ്ങളായിരിക്കും. ഈ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ പുറപ്പാട് 20-ാം അധ്യായം 5-ലും നിയമാവർത്തനം 5-ാം അധ്യായം 9-ലും 9-ാം വാക്യത്തിലുമൊക്കെ പറയുന്നത് എന്താണ്? പൂർവികരുടെ നിങ്ങളുടെ പിതാക്കന്മാരുടെ അവരുടെ പാപങ്ങൾ മുഖാന്തരം നിങ്ങളുടെ സന്തതികൾ 3ഉം 4ഉം തലമുറ അവർ ശിക്ഷിക്കപ്പെടും, അനുഭവിക്കപ്പെടും എന്നാണ്. അപ്പോൾ ഇതാണ് അവരിവിടെ പറയുന്നത്, ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പാപങ്ങൾ മൂലമാണ് ഇവരുടെ പൂർവികർ ചെയ്ത പാപമാണ്. ഇത് സുവിശേഷത്തിൽ പല ഇടത്തും കാണിക്കുന്നുണ്ട്. കാരണം യഹൂദരുടെ അന്നത്തെ ആ സാമൂഹ്യ മതപരമായ ആചാരങ്ങൾ വിശ്വാസങ്ങൾ അങ്ങനെയായിരുന്നു. അതാണ് അവരിവിടെയും പറയുന്നത്. അപ്പോൾ ആ പാപങ്ങൾ മോചിക്കുന്നതിന് ദൈവത്തിനെ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ യേശു അത് ചെയ്യുന്നത്, അപ്പോൾ ഇവരുടെ ഈ ധാരണ, അന്നത്തെ ജനതകളുടെ ധാരണ, പാപങ്ങൾ മൂലമാണല്ലോ ഈ രോഗങ്ങൾ വന്നത്, ഈ അവസ്ഥയിലാണ് വന്നത്, ഈ തളർച്ചയിൽ വന്നത്. അതുകൊണ്ട് ആ പാപം, ഇത് വരുത്തിയ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ ആ മനുഷ്യനും സ്വസ്ഥത കിട്ടി, മനസ്സിന് സന്തോഷവും കിട്ടി, അവൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രോഗത്തിന് ഏതാണ്ട് ആശ്വാസമായി. അതിൻ്റെ ഒരു റീസൺ അവർ പറയുന്ന പോലുള്ള റീസണായി. അപ്പോൾ അത് ഇവനെ എങ്ങനെയാണ്, യേശുവിന് എങ്ങനെയാണ് സാധിക്കുന്നതെന്നാണ് അവരുടെ സംശയം. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹൃദയത്തിൽ ചോദിക്കുന്നത് എന്ന് കർത്താവ് ചോദിക്കുന്നു. അവൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ മോചിക്കുന്നില്ല. അപ്പോൾ പിന്നെയും ആ പാപം നിൽക്കുന്നു. പാപത്തിൻ്റെ ഫലമായ രോഗങ്ങളും അവശതകളും കഷ്ടതകളും അവരും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. അതുകൊണ്ട് എളുപ്പം, അതാണ് കർത്താവ് ചോദിക്കുന്നത്, ഏതാണ് എളുപ്പം? ആദ്യമേ അതിൻ്റെ കാരണമായ ആ പാപങ്ങൾ മോചിച്ചു കൊടുക്കുക, പിന്നെ അവൻ്റെ രോഗത്തെപ്പറ്റി, ബാക്കിയുള്ള അവശേഷിക്കുന്ന രോഗത്തെപ്പറ്റി. അതല്ലേ അതിൻ്റെ രീതിയിൽ ലോജിക്കായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് കർത്താവ് പറഞ്ഞത്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ
മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങൾ മോചിക്കാൻ അധികാരമുണ്ട്. അവർ ഈ മനുഷ്യപുത്രൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ആരാണ്? ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യനായ ആ പുത്രൻ യേശുവാണ്, അല്ല വേറെ ആരുമില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവപുത്രനാണ് എന്ന് വരുന്നു. പക്ഷേ ഇവിടെ അവർക്ക് മനസ്സിലാകുന്നത് മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ മനുഷ്യനായി പിറന്ന അവന് മനുഷ്യനാണ്, ഈ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകൻ, അവന് അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള ആ വിവക്ഷ അവർക്ക് അത്ര നല്ലപോലെ പിടികിട്ടിയിട്ടില്ല. അത് ബൈബിളിൽ നമ്മൾ പിന്നെയും പഠിക്കുമ്പോഴൊക്കെ ധാരാളം കാണും. അപ്പോൾ പറഞ്ഞു, ഭൂമിയിൽ പാപം ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ആണ് ഇത് ചെയ്തത്, പാപങ്ങൾ മോചിച്ചത്. അധികാരമുണ്ട് യേശുവിന്. കാരണം ഒരേ സമയം തന്നെ യേശു അല്പസമയം അല്ലെങ്കിൽ ഇടവിട്ടൊന്നുമല്ല, ഒരേ സമയം തന്നെ മനുഷ്യനുമാണ് ദൈവവുമാണ്. ഒരേ സമയം തന്നെ ഇത് രണ്ടും കൂടെ സമന്വയിച്ച് ഒന്നുപോലെ ചേർന്ന ഒരു അവസ്ഥയാണ് യേശുവിന് ഉണ്ടായിരുന്നത്. അത് നമ്മൾ പാലും വെള്ളവും കൂടി ചേർക്കും, വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതെന്ന് പറഞ്ഞ പോലെ അല്ല, മറ്റു വല്ലതും പാലിൽ ചേർത്താൽ അരിച്ചെടുക്കാം, ഇത് അരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ സമന്വയിച്ച് ഒന്നുപോലെ കൂടി കലർന്ന് സമന്വയിച്ച അതാണ് മനുഷ്യത്വവും ദൈവത്വവും, അതാണ് യേശു. പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആദ്യം എളുപ്പം ഏതാണ്? കർത്താവ് ഇരിക്കുന്ന എളുപ്പം നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയും വിശ്വാസം അതില്ലേ, പാപങ്ങൾ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്, അവൻ്റെ പൂർവികരുടെയും അവൻ്റെയും ഒക്കെ പാപങ്ങൾ മൂലമാണെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യപുത്രന് അധികാരമുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന്. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക, എഴുന്നേറ്റ് പോവുക. അപ്പോൾ ഇങ്ങനെ ഇവർ ഫരിസേയരും നിയമജ്ഞരും പറയുന്നുണ്ട്. അപ്പോൾ അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെയും മത്തായിയുടെയൊക്കെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. അവർ ചില സമയത്ത് ഇവർക്ക് നല്ല ബോധവും നല്ല ചിന്തയുണ്ട്, ഉള്ളവരുണ്ട്, എല്ലാവരും നല്ല ഉള്ളവരുണ്ട്. അത് നമുക്ക് നോക്കാമല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിനോട് ഒരാൾ വന്നു ചോദിക്കുന്നത് ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണെന്ന്. അപ്പോൾ സുപ്രധാനമായ കൽപ്പനകൾ അപ്പം പറയും. അപ്പോൾ കർത്താവ് അവൻ നന്നായി ഉത്തരം പറയുന്നത് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അപ്പോൾ അവന് അത് മനസ്സിലായി. അപ്പോൾ നിയമജ്ഞനിൽ നല്ല വശവും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട അതിൻ്റെ കുറച്ച് ഡെറിവേറ്റീവ്സ് ആണ് ഇത്. ഇപ്പം ഇങ്ങനെ പലതിലും കാണാം. അതിലൂടെ അതുപോലെയല്ല, അവരിൽ ചിലരിൽ നന്മയുണ്ട്, അവർക്ക് അതിൻ്റെ അറിവുണ്ട്, പൂർണ്ണമായിട്ടും അവർക്ക് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനെ നല്ലപോലെ പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞ് ഇതെല്ലാം കർത്താവ് ചോദിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങ് പറഞ്ഞ സത്യമാണ്. അപ്പോൾ ബുദ്ധിപൂർവം അവനതെല്ലാം അനുസരിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ അവനത് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല. അപ്പോൾ ഇവിടെ കണ്ട നിയമജ്ഞരും ഫരിസേയരും പറഞ്ഞതുപോലെയല്ല, അവൻ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല, അവനും ദൈവരാജ്യത്തിൽ യോഗ്യനാണ്. അതിനുള്ള അറിവ്
അവന് ദൈവം ദൈവാത്മാവ് അവനിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ അങ്ങ് കർത്താവിനെ ദുഷ്ട മനസ്സോടെ കാണുന്നില്ല, ചിലർക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കൂടാതെ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറയുമ്പോൾ കർത്താവ് അപ്പോൾ എന്നിട്ടിപ്പോൾ അറിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് 37-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, ഇതിൽ ആരാണ് അവൻ്റെ നല്ല അയൽക്കാരൻ, അവൻ്റെ അയൽക്കാരനാരാ, അവന് ഉപകാരം ചെയ്തവൻ, അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചവൻ, മൃതപ്രായനായിട്ട് കിടന്നവനെ രക്ഷിച്ചവൻ. മറ്റുള്ളവരെല്ലാം കണ്ടിട്ട് പോയി, വൈദികനും കണ്ടിട്ട് പോയി, ശുശ്രൂഷകനും കണ്ടിട്ട് പോയി, ദേവാലയ ശുശ്രൂഷകനും അവരെല്ലാം കണ്ടിട്ട് അവരൊന്നും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ദേവാലയ ശുശ്രൂഷകൻ ആൾക്കാരെ ശുശ്രൂഷകർ ഒക്കെ ദേവാലയത്തിൽ ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷകരെന്ന് പറഞ്ഞു ഉപദേശിച്ചു ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ കണ്ടിട്ടും പോയി. അവർക്കാർക്കും ഇതൊന്നും ബാധകമല്ലായിരുന്നു. അവർക്ക് അവരുടെ ഡ്യൂട്ടി സമയമായി അങ്ങ് പോയി എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അവർക്ക് സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരാളുടെ ആവശ്യം അവർക്കറിയാൻ പറ്റുന്നില്ല, അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനേക്കാളും വലിയ പ്രധാനമാണ് അവരുടെ ഈ ഡ്യൂട്ടികൾ, അവരുടെ ചുമതലകൾ അങ്ങ് നിറവേറ്റുന്ന അത് ഒരു ആചാരം പോലെ അത് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അപ്പോൾ നല്ല സമറായക്കാരനിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, കർത്താവ് ചോദിച്ചതിൽ ആരാണെന്ന് അവൻ്റെ അയൽക്കാരൻ. നന്മ ചെയ്ത ഒരു ശമ്രായക്കാരനാണ്, യഹൂദന് വിരുദ്ധനായിട്ടുള്ളവനാണ്. അപ്പോഴവൻ പറഞ്ഞത്, അപ്പോൾ അയാൾ പറയും 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നീപജ്ഞൻ പറഞ്ഞു. അപ്പോഴവിടെയും ആ നീപജ്ഞന് ബോധമുണ്ട്, ബോധോദയമുണ്ട്. മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല, എപ്പോഴും കാണുന്നത് ചിലരൊക്കെ അവരെ കർത്താവ് ഒരുപാട് നിനക്ക് ദുരിതം, നിനക്ക് ശാപം, നിങ്ങൾക്ക് ദുരിതം തന്നെ എന്ന് നാശം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവരുടെ പ്രവൃത്തികൾ അങ്ങനെയാണ്, കാപട്യം നിറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ അങ്ങനെ അങ്ങ് പറയുന്നില്ല കർത്താവ്. അങ്ങനെയല്ല യേശു, എല്ലാവരും ഒരുപോലെയല്ല. അവരിലുള്ള നന്മയുള്ളവരെ നന്മയായിട്ട് കാണുന്നുണ്ട്, പറയുന്നുണ്ട്. അല്ലാതെ ഒരു തരക്കാരെ വിളിച്ച് അവരെല്ലാവരും അങ്ങനത്തെവരാ. ചിലർ പറയത്തില്ല ആ കുടുംബം അല്ലെ അവരുടെ ആ സംസ്കാരം അങ്ങനത്തെയാ, അത് ആദ്യം മുതലേ അവരുടെ പണ്ട് അവരുടെ അപ്പൂപ്പന്മാർ അമ്മൂമ്മമാർ കാലം മുതൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. അതുപോലെയല്ല കർത്താവ് ചെയ്തത്, യേശു ചെയ്തത്. അതിൽ തെറ്റുകാരനെ തെറ്റ് മനസ്സിലാക്കി, ശരിയുള്ളവരെ ശരിയായിട്ട് മനസ്സിലാക്കി, അവനെ പ്രോത്സാഹിപ്പിച്ച് അവനെ അഭിനന്ദിച്ചു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി പറയാൻ വേണ്ടിയാണ്, അതിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തു പറഞ്ഞത് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒരുപോലെ അങ്ങ് കർത്താവ് യേശു തള്ളിക്കളഞ്ഞില്ല, ശപിക്കപ്പെട്ടവരായിട്ട് കണ്ടില്ല, യോഗ്യരായിട്ടുള്ളവരുണ്ടായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകും. ഉടനെ എല്ലാവരും കാണുക അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഇവർക്കാർക്കെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ തോന്നിയോ? നല്ല പ്രവൃത്തികൾ, നല്ല വാക്കുകളെല്ലാം കേട്ടിട്ട് തോന്നിയില്ല. അങ്ങനെയുള്ളവരോട് കർത്താവ് നിങ്ങൾക്ക് അവരുടെ ഈ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണ്, എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. നല്ല കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കാൻ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും കൊതുകിന് ചോരയാണ് അവർക്ക് വേണ്ടി, അല്ലാതെ ക്ഷീരമല്ല പാലല്ല വേണ്ടിയത് എന്ന് പറഞ്ഞവരാണ്. അവർക്ക് ഇതെല്ലാം നന്മകളും കാരുണ്യ പ്രവൃത്തികളും ഇതെല്ലാം കണ്ടിട്ടും അവർക്ക് അതൊന്നും മനസ്സിലാക്കാനല്ല വേണ്ടി. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് യേശുവിനെ കുറ്റവാളിയാക്കണം, ജനങ്ങളിൽ നിന്ന് അകറ്റണം. ഇത് ജനങ്ങൾ പല ആയിരങ്ങളാണ് ഇങ്ങനെ തിങ്ങിക്കൂടിയൊക്കെ വരുന്നത്. അവർ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് അതിനാണ് വില കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകും, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുപോയി. അതാണ് സാധാരണക്കാരിൽ കാണുന്നത്. സമൂഹം തള്ളിക്കളഞ്ഞവർ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് പ്രീതികരമായത് ചെയ്യുന്നു, ദൈവത്തോടൊട്ടി നിൽക്കുന്നു. മറ്റുള്ളവർ അല്ലാത്തവർ സ്വയം നീതീകരിച്ചുകൊണ്ട് അവർ ദൈവത്തെ പോലെ ആണെന്ന് അവർ കരുതുന്നു, അങ്ങനെ അവർ ഭാവിക്കുന്നു, അവർ അങ്ങനെ തന്നെ നടിക്കുന്നു, അങ്ങനെ തന്നെ ജീവിക്കുന്നു. പക്ഷേ സാധാരണക്കാരങ്ങനല്ല. അവർ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു, തങ്ങൾക്ക് ഇതെങ്ങനെയുള്ള നന്മകൾ കിട്ടിയതിന്, അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഇങ്ങനെയെങ്കിലും നടന്നു പോകുന്നതിന്. ഇന്നും നമ്മുടെ നാട്ടിലുമൊക്കെ നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെയാണല്ലോ. പലരും നല്ല വലിയ വലിയ നന്മകൾ കിട്ടിയവർ ദൈവത്തെ സ്തുതിക്കുന്നത് അവർക്കൊക്കെ പുച്ഛമാണ്. എന്നല്ല, പുച്ഛമെന്നല്ല, നിസ്സാര കാര്യം അതെപ്പോഴെങ്കിലും സ്തുതിക്കാം.
അതിനൊക്കെയുള്ള അവസരമുണ്ട്. ഈ സദാസമയവും സ്തുതിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തെ. നമ്മുടെ ബോധങ്ങൾ ഉള്ളപ്പോൾ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് സ്തുതിക്കാനല്ല, അല്ലേ കുത്തിയിരുന്ന് അങ്ങ് സ്തുതിക്കാനല്ല. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾക്കത് സാധിക്കും. നമ്മുടെ മനസ്സുകൊണ്ട്, ആ മനസ്സിൽ വേണം, ഹൃദയത്തിൽ ദൈവം വേണം, അല്ലെങ്കിൽ പറ്റത്തില്ല. അധരത്തിൽ മാത്രമല്ല, ഈ അധരത്തിൽ മാത്രമായിട്ടുള്ളവർക്ക് അത് സാധിക്കത്തില്ല. എല്ലാവരും കാണുക അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആരാ? സാധാരണ ജനങ്ങൾ. അവിടെ കൂടിയിരുന്ന ആയിരങ്ങൾ, പല ആയിരങ്ങളുണ്ട്. കർത്താവിൻ്റെ കൂടെ എപ്പോഴും 10-15,000 നമ്മൾ അപ്പം വർദ്ധിപ്പിക്കുമ്പോഴേ കാണും 10-25,000-ഓളം ജനങ്ങളുണ്ട്. പിള്ളേരും കുട്ടികളെ വരെ എല്ലാവരും കൂടെ, പിള്ളേരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒക്കെ ചേർന്ന്, ചെറുപ്പക്കാരും എല്ലാവരും, കൗമാരക്കാരും എല്ലാവരും ഉണ്ട്, ബാലന്മാരും ഒക്കെ ഉണ്ട്. അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. കർത്താവിൻ്റെ നല്ല പ്രവൃത്തികൾ കണ്ട് കർത്താവ് യേശു പഠിപ്പിക്കുന്നതിൻ്റെ ആധികാരികതയും വിശകലനങ്ങളും പറഞ്ഞു കൊടുത്ത്, ഇപ്പോൾ അനുവർത്തിക്കുന്നതിലുള്ള തെറ്റുകളും പോരായ്മകളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ച് അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ഈ സൗഖ്യ രോഗശാന്തികളും ഒക്കെ നടക്കുന്ന, സൗഖ്യമൊക്കെ ഉണ്ടാകുന്നതും എല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അവർക്ക് അവരുടെ മനസ്സ് മുഴുവൻ ദൈവത്തിലായതുകൊണ്ടാണ് അത് നടക്കുന്നത്. ഇല്ലേ, ഇതൊന്നും ഇല്ലാത്ത മനസ്സിലാണ്ട സ്വന്തം ഇടവകയിൽ അവിടെ നസറത്തിൽ പോയിട്ട് സാധിച്ചു. കാരണം അവർക്ക് വിശ്വാസമില്ലായിരുന്നു, അവരുടെ മനസ്സിൽ അതല്ലായിരുന്നു. ദൈവത്തെ പറ്റിയുള്ള ചിന്തയല്ലേ. യേശു ജോസഫിൻ്റെയും മറിയയുടെയും മകനാണ്. ഒരു തച്ച ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ അപ്പനും അങ്ങനെ ആയിരുന്നു, അവരും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവനല്ലേ എന്നുള്ള ചിന്തയായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിശ്വാസരാഹിത്യം കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ, അവിടെ ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, അധികം ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് സുവിശേഷൻ പറയുന്നു. അപ്പോൾ അല്ലാത്തടത്ത് അവർക്ക് ധാരാളമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനുള്ള വകകളുണ്ട്. അവരതെല്ലാം കേട്ടു, അതെല്ലാം അറിഞ്ഞു, കണ്ട് അനുഭവിച്ചു. അപ്പോൾ അങ്ങനെ അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. അത് സാധാരണ നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് നിർത്താം. അടുത്തതിൽ നമുക്ക് 5-ാം അധ്യായത്തിൽ ലേവി അഥവാ മത്തായിയെ വിളിക്കുന്ന ഉപവാസത്തെക്കുറിച്ചുള്ള ഇവരുടെ ഫരിസേയരുടെയൊക്കെ തർക്കം, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് പഠിക്കാം, അത് വിവരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളിത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത്, ഈ ചാനൽ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണണം. മറ്റുള്ളവർക്ക് പരമാവധി അയച്ചു കൊടുക്കുക. അങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ സുവിശേഷത്തിൽ നിങ്ങളും പങ്കാളികളാണ്. നമ്മളും സുവിശേഷം ചെയ്യുകയാണ്, നമ്മളും സുവിശേഷം പ്രോത്സാഹിപ്പിക്കുകയും, ഈ ജനങ്ങളുടെ കൂട്ടി യേശുവിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നത് പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നമ്മൾ ശുഷ്കാന്തി കാണിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ നമുക്ക് അവിടെ ഓരോ മനുഷ്യർക്കും ഉണ്ട്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, അവിടെ വേണം നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂട്ടാൻ. സ്വർഗം അവിടെ അവിടെ കീടങ്ങളും ഒന്നും ചതിലും ഒന്നും നശിപ്പിക്കത്തില്ല, ആരും കട്ടുകൊണ്ട് പോകത്തില്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ നിങ്ങൾ സമ്പാദിക്കുക. അവിടെ എല്ലാവർക്കും ലോക്കറുണ്ട് കേട്ടോ. ഈ ബാങ്കിലൊക്കെ ലോക്കർ വെച്ചിട്ട് കർത്താവ് അവിടെ സ്വർഗത്തിൽ എല്ലാവർക്കും ലോക്കർ ചെയ്യും. അപ്പോൾ നമ്മുടെ ലോക്കർ തുറക്കുമ്പോൾ നമുക്ക് അവിടെ ഒന്നുമില്ലെങ്കിൽ, ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ അവിടെ ഒന്നുമില്ല, ശൂന്യമാണെങ്കിൽ എന്തുവാണ് അവിടെ? അതിനൊന്നും ഗ്രേസ് മാർക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിന് നമുക്ക് കൂടുതൽ പ്രോത്സാഹനമായിട്ടൊന്നും ഇൻസെൻറ്റീവ്സ് ഒന്നും കിട്ടത്തില്ല. അപ്പം പിന്നെ എവിടെ പോകും നമ്മൾ? ആ ആത്മാവ് സ്വർഗത്തിലോട്ട് നേരിട്ട് ആകണമെന്നില്ല. അപ്പോൾ അവിടെ വേണം പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, ഇങ്ങനെയുള്ള നന്മ പ്രവൃത്തികൾ, സുവിശേഷം പ്രചരിപ്പിക്കുക. അതാണ് നമ്മുടെ ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണത്. സുവിശേഷം പ്രസംഗിക്കുക, പ്രചരിപ്പിക്കുക. സുവിശേഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവം എന്തിനാണ് ഇങ്ങനെ നമ്മളെ വീണ്ടും പുനർജനിപ്പിച്ചത്? ഉയർത്തെണീറ്റ ക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി
നമ്മൾക്ക് വേണ്ടി എപ്പോഴും അവിടെ സ്വർഗത്തിലിരുന്ന് മധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ അടുത്ത്. അത് എല്ലാവരോടും പ്രഘോഷിക്കണം. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ മോചിച്ചു, അവിടുന്ന് അവയെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ്. അതിൻ്റെ നമുക്കുള്ള ശിക്ഷകളാണ് യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചത്, ആ കുരിശിൽ അനുഭവിച്ചത്, കുരിശിലും അവസാനം അനുഭവിച്ചത്. അതൊക്കെ മറ്റുള്ളവരറിയണം. അതിനുവേണ്ടി അപ്പം നമ്മളുടെ ചുമതലയാണത്. നമ്മുടെ ശിഷ്യരാണ്, മറ്റുള്ളവരെയും ശിക്ഷപ്പെടുന്നത് വിശ്വസിക്കുന്നവർ ശിഷ്യരാണ്. അപ്പോൾ അവരെയും നമ്മൾ ശിഷ്യരാക്കണം. ആരെ? ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ് ഈ വിശ്വാസികളെല്ലാം. ദൈവത്തിൻ്റെ മകന്, ദൈവത്തിൻ്റെ മക്കളുമാണ്. ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ദൈവം ആവശ്യപ്പെട്ട പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അല്ലാതെ നിങ്ങൾ ഒരിക്കൽ ഒന്ന് കണ്ടു കേട്ടു, അല്ലെ കുറച്ച് കേട്ടു എന്നങ്ങനെ നല്ല വേണ്ടുന്നത് മുഴുവനായിട്ട് കാണുകയും കേൾക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.